Hello everyone, children. Today we shall continue the chapter Bholi from our English textbook Footprints Without Feet from page number 58, first paragraph. Thus the years passed, the village became a small town, the little primary school became a high school. There were now a cinema under a tin shed and a cotton ginning mill. The mail train began to stop at their railway station. One night after dinner, Ramlal said to his wife, "Then shall I accept Bishamber's proposal?" ഇവിടെ പറഞ്ഞു വരുന്നത് ആ ഗ്രാമം അല്ലെങ്കിൽ ആ വില്ലേജ് എന്ത് ചെയ്തു, കുറേ വർഷങ്ങൾ കൊണ്ട് ഒരു ചെറിയ ഒരു പട്ടണമായിട്ട് രൂപാന്തരം പ്രാപിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ പ്രൈമറി സ്കൂളിന് പകരം അല്ലേ, ഭോലി പഠിച്ച പ്രൈമറി സ്കൂളിന് പകരം ഇന്നവിടെ എന്താണുള്ളത്, ഒരു ഹൈസ്കൂളായിട്ടുണ്ട്. അതുപോലെ ഒരു സിനിമ തിയേറ്ററൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു കോട്ടൺ മില്ല് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ട്രെയിൻ അവരുടെ സ്റ്റേഷനിൽ ഇപ്പോൾ നിർത്തുന്നുണ്ട് എന്ന് പറയുന്നു അല്ലേ. ഇതെല്ലാം കാണിക്കുന്ന എന്താണ്, ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഗ്ലിംസസ് ആണ് കാണിക്കുന്നത്. ഒരു ദിവസം രാത്രി അല്ലേ, after dinner, Ramlal said to his wife, "Then shall I accept Bishamber's proposal?" ബിഷംബറിൻ്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാമോ നമുക്ക് അല്ലേ എന്ന് ഭാര്യയോട് ചോദിച്ചു. സോ ആരാണ് ബിഷംബർ എന്നും എന്താണ് ബിഷംബറിൻ്റെ പ്രപ്പോസൽ എന്നും ഒക്കെ നമുക്കൊന്ന് നോക്കാം. Yes, certainly, his wife said. Bholi will be lucky to get such a well-to-do bridegroom, a big shop, a house of his own, and I hear several thousand in the bank. Moreover, he is not asking for any dowry. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഭോലിയുടെ വിവാഹകാര്യത്തെക്കുറിച്ചാണ്, വിവാഹാലോചനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു പുതിയൊരു പ്രപ്പോസൽ അല്ലെ ഭോലിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വൈഫ് പറയുകയാണ് അത് ഉറപ്പിക്കുന്നതാണ് നല്ലത് അല്ലേ, ആ ഒരു ആലോചന ഉറപ്പിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ്? ഭോലി വിൽ ബി ലക്കി ടു ഗെറ്റ് സച്ച് എ വെൽ ടു ഡു ബ്രൈഡ് ഗ്രൂം. ഇത്തരത്തിലുള്ള നല്ല ഒരു വരനെ കിട്ടുക എന്ന് പറയുന്നത് ഭോലിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ് അല്ലേ, ഭാഗ്യവതി എന്നേ പറയണ്ടു. ഒരു വലിയ കടയുണ്ട് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ എന്താണ്, സ്വന്തമായിട്ട് വീടും സ്ഥലവുമൊക്കെ ഉണ്ട്. അതുപോലെ എന്താണ്, ഒരുപാട് നിക്ഷേപങ്ങൾ അല്ലേ, ബാങ്കിലൊക്കെ ഒരുപാട് നിക്ഷേപങ്ങളുള്ള വ്യക്തിയാണെന്ന് ഞാൻ അറിഞ്ഞു. മോറോവർ ഹി ഈസ് നോട്ട് ആസ്കിങ് ഫോർ എനി ഡൗറി അല്ലേ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, സ്ത്രീധനമൊന്നും ആര് ചോദിക്കുന്നില്ല, ബിഷംബർ ചോദിക്കുന്നില്ല. That's right, but he is not so young. You know, almost the same age as I am. And he also limps, LIMPS, ലിംപ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, മുടന്തുള്ള അല്ലെങ്കിൽ എന്താണ്, ഒത്തി നടക്കുക എന്നാണ്. ഓക്കെ, മുടന്തനാണ് അദ്ദേഹം. സോ moreover, the children from his first wife are quite grown up. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറയുന്നത് ബിഷംബറിനെ കുറിച്ചല്ലേ, നമ്മുടെ ഭോലിയുടെ വരനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ്സ് റൈറ്റ്, അതൊക്കെ ശരിയാണല്ലേ. അദ്ദേഹത്തിന് ഒരു വലിയ കടയുണ്ട്, അതുപോലെ വീടും സ്ഥലവും സ്വന്തമായിട്ടുണ്ട്, ഒരുപാട് നിക്ഷേപങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. ബട്ട് ഹീ ഈസ് നോട്ട് സോ യങ്. ഭോലിയുടെ ഫാദറിൻ്റെ അതേ പ്രായം തന്നെയാണ് ആർക്കും, നമ്മുടെ ഈ പറയുന്ന ബിഷംബർ എന്ന് പറയുന്ന ഭോലിയെ കല്യാണാലോചനയുമായിട്ട് വന്നിരിക്കുന്ന വ്യക്തിക്കുമുള്ളത്. ആൻഡ് ഹി ഓൾസോ ലിംസ് അല്ലേ, അതുപോലെ എന്താണ്, അദ്ദേഹത്തിന് അല്പം മുടന്തമുണ്ടല്ലോ അല്ലേ, ഒത്തി നടക്കുന്ന ഒരാളാണല്ലോ. മോർ ഓവർ ദ ചിൽഡ്രൻ ഫ്രം ഹിസ് ഫസ്റ്റ് വൈഫ് ആർ ക്വൈറ്റ് ഗ്രോൺ അപ്പ്. അതുപോലെ വേറൊരു കാര്യമുണ്ട് അല്ലേ, ആദ്യത്തെ ഭാര്യയിലുള്ള കുട്ടികൾ, സോ അവരൊക്കെ വളർന്നു വലുതായിരിക്കുന്നു അല്ലേ, അവരൊക്കെ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വരൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അല്ലേ. സോ വാട്ട് ഡസ് ഇറ്റ് മാറ്റർ, ഹിസ് വൈഫ് റിപ്ലൈഡ്, 45 or 50. It is no great age for a man. We are lucky that he is from another village and does not know about her pockmarks and her lack of sense. If we don't accept this proposal, she may remain unmarried all her life. വൈഫ് ചോദിക്കുകയാണല്ലേ, നമ്മുടെ പിന്നെ രാംലാലിൻ്റെ ഈ ഒരു സംസാരത്തിനോട് വൈഫ് പ്രതികരിച്ചത് എങ്ങനെയാണ് നോക്കിയേ. അദ്ദേഹത്തിന് ഏകദേശം എത്ര വയസ്സ്, ഒരുപാട് പ്രായമൊന്നുമില്ല അല്ലേ, 45 or 50 വയസ്സ് ഉണ്ടാവും അല്ലേ. ആണുങ്ങളെ സംബന്ധിച്ചത് അതൊന്നും ഒരു പ്രായമല്ല. പിന്നെന്താണ്, വി ആർ ലക്കി ദാറ്റ് ഹീ ഈസ് ഫ്രം അനദർ വില്ലേജ് ആൻഡ് ഡസ് നോട്ട് നോ അബൌട്ട് ഹെർ പോക്ക് മാർക്സ് ആൻഡ് ഹെർ ലാക്ക് ഓഫ് സെൻസ്. അത് വേറൊരു കാര്യമുണ്ട്, അദ്ദേഹം വേറൊരു ഗ്രാമത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് ഭോലിയെക്കുറിച്ച് നന്നായിട്ടൊന്നും അറിയത്തില്ല അല്ലേ. ഭോലി ഒരു വിഡ്ഢിയായ ഒരു പെൺകുട്ടിയാണെന്നോ അല്ലെങ്കിൽ അവൾക്ക് പോക്ക് മാർക്സ് ഉണ്ടെന്നോ അല്ലേ ഒന്നും അയാൾക്ക് അറിയാത്തത് ഭാഗ്യമായി.
If we don't accept this proposal, she may remain unmarried all her life. നമ്മളിത് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അവൾ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യും? ഇവിടെ വിവാഹം കഴിക്കാതെ നിന്നു പോകും. Yes, but I wonder what Polly will say. What will that witless, 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 underline that word witless, അവിവേകിയായ. Witless once say, she is like a dumb cow. Maybe you are right, muttered Ramlal. അപ്പോൾ എന്താണ് രാംലാലിൻ്റെ ആശങ്ക മുഴുവൻ എന്തായിരുന്നു? ഭോലിയുടെ തീരുമാനം എന്തായിരിക്കും, ഭോലിയുടെ അഭിപ്രായം എന്തായിരിക്കും, ഭോലി എന്തായിരിക്കും ഇതിനോട് പറയുന്നത് അല്ലേ എന്നാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഭോലിയുടെ അമ്മ പറയുകയാണ്, വാട്ട് വിൽ ദാറ്റ് വിറ്റ്ലെസ് വൺ സേ, അവിവേകിയായ അല്ലേ അവൾ എന്ത് പറയാനാണ് അല്ലേ, ഷീസ് എ ഡം കൗ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതാണ് അവളെ ഒന്നും നമുക്ക് പരിഗണിക്കുകയേ വേണ്ട, അവളൊന്നും പറയത്തൊന്നുമില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞു. In the other corner of the courtyard, Bholi lay awake on her cot listening to her parents' whispered conversation. അപ്പോൾ എന്താണ് കുറച്ചങ്ങ് അകലെ മാറി ഭോലി കിടക്കുന്നുണ്ടായിരുന്നു. എന്താണ് നമ്മുടെ ഈ പറയുന്ന അടക്കിപ്പിടിച്ച തൻ്റെ പേരൻസിൻ്റെ അല്ലെ തൻ്റെ മാതാപിതാക്കളുടെ സംസാരമൊക്കെ അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. ബിഷംബർ നാഥ് was a well-to-do grocer. He came with a big party of friends and relations with him for the wedding. A brass band playing a popular tune from an Indian film headed the procession, with the bridegroom riding a decorated horse. Ramlal was overjoyed to see such a pomp and splendor. He had never dreamed that his fourth daughter would have such a grand wedding. Holi's elder sisters who had come for the occasion were envious of her luck. ഇതാണ് ബിഷംബർനാഥ് വാസ് എ വെൽ ടു ഡു ഗ്രോസർ അല്ലേ, വളരെ വലിയ ഒരു ബിസിനസ്സുകാരനാണ് ആരെന്ന് പറയുന്നത്, ഒരു വ്യവസായിയാണ് ആരെന്ന് പറയുന്നത് ബിഷംബർനാഥ് എന്ന് പറയുന്നത്. ഹി കെയിം വിത്ത് എ ബിഗ് പാർട്ടി ഓഫ് ഫ്രണ്ട്സ് ആൻഡ് റിലേഷൻസ് വിത്ത് ഹിം ഫോർ ദ വെഡിങ്. അപ്പോൾ വലിയ ഒരു പരിവാരവുമായിട്ടാണ് അല്ലേ, സുഹൃത്തുക്കളുടെയും സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും ഒക്കെ ഒരു വളരെ വലിയ ഒരു ജനക്കൂട്ടവുമായിട്ടാണ് ബിഷംബർനാഥ് എവിടെ എത്തിയിരിക്കുന്നത്, വിവാഹത്തിനെത്തിയിരിക്കുന്നത്. എ ബ്രാസ് ബാൻഡ് പ്ലേയിങ് എ പോപ്പുലർ ട്യൂൺ ഫ്രം ആൻ ഇന്ത്യൻ ഫിലിം ഹെഡഡ് ദ പ്രൊസഷൻ. എന്താണ് പ്രൊസഷൻ മീൻസ് ഘോഷയാത്ര എന്നാണ്. വിത്ത് ബ്രൈഡ് ഗ്രൂം റൈഡിങ് എ ഡെക്കറേറ്റഡ് ഹോഴ്സ്, അലങ്കരിക്കപ്പെട്ട ഒരു കുതിരയുടെ മുകളിലാണ് ആരിയിരിക്കുന്നത്, ബിഷംബർനാഥ് ഇരിക്കുന്നത്. രാംലാൽ വാസ് ഓവർജോയ്ഡ് ടു സീ സച്ച് എ പോംപ് ആൻഡ് സ്പ്ലെൻഡർ. എന്താണ് പോംപ് മീൻസ് പകിട്ടുള്ള അല്ലെങ്കിൽ മോടിയുള്ള അല്ലേ, ഇത്തരത്തിൽ ഉജ്ജ്വലമായ പകിട്ടേറിയ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ രാംലാലിന് വളരെ സന്തോഷമായി അല്ലേ. ഒരിക്കലും തൻ്റെ നാലാമത്തെ മകളുടെ അല്ലെങ്കിൽ ഭോലിയുടെ വിവാഹം ഇത്തരത്തിൽ പ്രൗഢഗംഭീരമായിട്ട് നടപ്പാക്കുമെന്ന് ഒരിക്കലും രാംലാൽ വിശ്വസിച്ചിരുന്നില്ല. ഭോലീസ് എൽഡർ സിസ്റ്റേഴ്സ് ഹു ഹാഡ് കം ഫോർ ദി ഒക്കേഷൻ വെയർ എൻവിയസ് ഓഫ് ഹർ ലക്ക്. ഭോലിയുടെ ഈ ഭാഗ്യത്തിൽ ഭോലിയുടെ മൂത്ത സഹോദരിമാർക്ക് എന്തുണ്ടായി, എൻവിയസ് അല്ലെ. എൻവിയസ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്, ഭയങ്കരമായ അസൂയയുണ്ടായി എന്ന് പറയുന്നത്. When the auspicious moment came, the priest said, "Bring the bride." Bholi, clad in a red silken bridal dress, was led to the bride's place near the sacred fire. When the auspicious occasion or moment, എന്താണ് ഓസ്പീഷ്യസ് മീൻസ് മംഗളകരമായ ശുഭകരമായ ആ മുഹൂർത്തം വന്നെത്തി. പ്രീസ്റ്റ് പറഞ്ഞു അല്ലേ, പുരോഹിതൻ പറഞ്ഞു എന്താണ്, ബ്രിങ് ദ ബ്രൈഡ് അല്ലേ, വധുവിനെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അങ്ങനെ ഭോലി എന്ത് ചെയ്തു, ഭോലി ക്ലാഡ് ഇൻ എ റെഡ് സിൽക്കൺ ബ്രൈഡൽ ഡ്രസ്സ്, സിൽക്ക് ലുള്ള ഒരു റെഡ് അല്ലേ സിൽക്കൺ ഡ്രസ്സിൽ, ക്ലാഡ് മീൻസ് പൊതിഞ്ഞ എന്നാണ്, പൊതിഞ്ഞ നമ്മുടെ ആര് ഭോലി എവിടേക്ക് വന്നു, was led to the bride's place near the sacred fire. അപ്പോൾ ആ അഗ്നികുണ്ഡത്തിൻ്റെ അടുത്തായിട്ട് അല്ലെ, വിവാഹം നടക്കുന്നതിൻ്റെ അഗ്നികുണ്ഡത്തിൻ്റെ അടുത്തായിട്ട് ഇരുത്തപ്പെട്ടു. Garland the bride, one of his friends prompted Vishwambarnath. The bridegroom lifted the garland of yellow marigolds. A woman slipped back the silken veil from the bride's face. Vishwambar took a quick glance. The garland remained poised in his hands. The bride slowly pulled down the veil over her face. So, here says that garland the bride അല്ലേ, വധുവിനെ എന്ത് ചെയ്യുക, മാല അണിയിക്കുക അല്ലേ. വിശ്വംബർനാഥിൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, the bridegroom lifted the garland of yellow marigolds അല്ലേ. അപ്പോൾ എന്താണ്, മഞ്ഞ ജമന്തിപ്പൂക്കൾ അല്ലേ കൊണ്ടുണ്ടാക്കപ്പെട്ട ആ വിവാഹ എന്താണ് മാല അല്ലേ, അത് എടുത്തു നമ്മുടെ വിശ്വംബർനാഥ്. എ വുമൺ സ്ലിപ്ഡ് ബാക്ക് ദ സിൽക്കൺ വെയിൽ ഫ്രം ദ ബ്രൈഡ്സ് ഫേസ്.
അപ്പോൾ എന്താണ് വധുവിൻ്റെ മുഖം അല്ലേ മറച്ചിടുന്ന അതിനെയാണ് വെയിൽ എന്ന് പറയുന്നത്. അതല്പം മാറ്റി നോക്കിയേ. ബിഷംബർ took a quick glance. ബിഷംബർനാഥ് ബോലിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. The garland remained poised in his hands. The bride slowly pulled down the veil over her face. അപ്പോൾ ബിഷംബർനാഥിൻ്റെ കൈ ചലനമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ബോലിയുടെ കഴുത്തിലേക്ക് ആ മാല അണിയിച്ചിട്ടില്ല അല്ലേ. സോ നോക്കിയേ. അപ്പോൾ വീണ്ടും ബോലി എന്ത് ചെയ്തു? മുഖം മറച്ചു. Have you seen her? said Bishambar to the friend next to him. She has pock marks on her face. So what? You are not young either. Maybe, but if I am to marry her, her father must give me 5,000 rupees. എന്താണ്? അപ്പോൾ ബിഷംബർനാഥ് തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ദാ കണ്ടില്ലേ, അവളുടെ മുഖമാകെ എന്തുണ്ട്? കലകളുണ്ട് അല്ലേ, അല്ലെങ്കിൽ കുത്തുകളുണ്ടല്ലോ, പോക്ക് മാർക്സ് ഉണ്ടല്ലോ നോക്കിയേ. അപ്പോൾ സുഹൃത്ത് എന്ത് പറഞ്ഞു? നീ കൂടുതൽ അങ്ങനെയൊന്നും പറയാനൊന്നും നിൽക്കണ്ട അല്ലേ. എന്താണ്, നീയും അത്ര ചെറുപ്പക്കാരനൊന്നും അല്ലല്ലോ അല്ലേ, ഒരുപാട് പ്രായമുള്ള ഒരാളല്ലേ നീയും. മേ ബി, ബട്ട് ഇഫ് ഐ ആം ടു മാരി ഹെർ, ഹെർ ഫാദർ മസ്റ്റ് ഗീവ് മീ 5,000 rupees. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എനിക്ക് പ്രായമൊക്കെ കൂടുതലുണ്ടായിരിക്കും, ശരിയായിരിക്കും, പക്ഷേ ഇവിടെ ഈ വിവാഹം നടക്കണമെങ്കിൽ എനിക്ക് 5,000 രൂപ അല്ലേ ആര് നൽകണം? നമ്മുടെ ഭോലിയുടെ ഫാദർ നൽകണമെന്ന് പറയുന്നു. രാംലാൽ went and placed his turban, his honor, at Bishambar's feet. Do not humiliate me, so take 2,000 rupees. രാംലാൽ തൻ്റെ ആ ടർബൻ തലപ്പാവ് നമ്മുടെ ബിഷംബർനാഥിൻ്റെ കാൽക്കൽ വെച്ചു അല്ലേ. അങ്ങനെ തലപ്പാവ് വെക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഓണർ, ആദരവ്, ബഹുമാനം അടിയറ വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡു നോട്ട് ഹ്യൂമിലിയേറ്റ് മീ സോ. ഹ്യൂമിലിയേറ്റ് എന്ന് പറയുന്ന പദം ഉദ്ദേശിക്കുന്ന അപമാനിക്കുക എന്നാണ്. എന്നെ എന്ത് ചെയ്യരുത്, താങ്കൾ അപമാനിക്കരുത്. ഒരു 2,000 രൂപ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. നോ 5,000 ഓർ വി ഗോ ബാക്ക്, കീപ് യുവർ ഡോട്ടർ. 5,000 രൂപയിൽ കുറഞ്ഞൊരു പരിപാടിയേ ഇല്ല, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബി എ ലിറ്റിൽ കൺസിഡറേറ്റ് പ്ലീസ്. ഇഫ് യു ഗോ ബാക്ക് ഐ ക്യാൻ നെവർ ഷോ മൈ ഫേസ് ഇൻ ദ വില്ലേജ്. ദെൻ ഔട്ട് വിത്ത് 5,000. Tears streaming down his face, Ramlal went in, opened the safe and counted out the notes. He placed the bundle at the bridegroom's feet. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ ഒരല്പം തുക ഒന്ന് കുറച്ച് തന്നാലും അല്ലേ, എന്താണ്, നിങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ദെൻ ഔട്ട് വിത്ത് 5,000. അങ്ങനെയെങ്കിൽ വീട്ടിൽ പോയിട്ട് 5,000 രൂപയുമായിട്ട് തിരികെ വരിക. നമ്മുടെ രാംലാൽ നിറഞ്ഞ കണ്ണുകളോടുകൂടി അകത്തേക്ക് പോയിട്ട് ആ നോട്ട്സൊക്കെ കൗണ്ട് ചെയ്ത് ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കിക്കൊണ്ട് 5,000 രൂപ തികച്ച് കൊണ്ടുവന്ന് ആരുടെ കാൽക്കൽ വെച്ചു? നമ്മുടെ ബിഷംബർനാഥിൻ്റെ കാൽക്കൽ വെച്ചു. On Bishambar's greedy face appeared a triumphant smile. He had gambled and won. Give me the garland, he announced. Once again the veil was slipped back from the bride's face, but this time her eyes were not downcast. She was looking up, looking straight at her prospective husband, and in her eyes there was neither anger nor hate, only cold contempt. പറഞ്ഞിരിക്കുന്നതാണ്, ബിഷംബേഴ്സ് ഗ്രീഡി ഫേസ് അപ്പിയർഡ് എ ട്രയംഫന്റ് സ്മൈല്. ബിഷംബറിൻ്റെ മുഖത്ത് എന്ത് ചെയ്തു? ഒരു വിജയസ്മിതം പരന്നു അല്ലേ, ഒരു സന്തോഷകരമായൊരു ചിരി പടർന്നു. ഹി ഹാഡ് ഗാംബിൾഡ് ആൻഡ് വൺ അല്ലേ, എന്ത് ചെയ്തു? ചൂതുകളിയിൽ അല്ലെങ്കിൽ എന്താണ് ഈ കളിയിൽ ആര് ജയിച്ചിരിക്കുന്നു? ബിഷംബർനാഥ് വിജയിച്ചിരിക്കുന്നു. ഗിവ് മീ ദ ഗാർലൻഡ് ഹി അനൗൺസ്ഡ്. ബിഷംബർനാഥ് പ്രഖ്യാപിച്ചു അല്ലെ, എന്താണ്, ആ മാല ഇവിടെ കൊണ്ടുവരൂ അല്ലേ എന്ന് പറഞ്ഞു. Once again the veil was slipped back from the bride's face, but this time her eyes were not downcast. വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ആ വധുവിൻ്റെ മുഖത്തു നിന്നും ആ മൂടുപടം എടുക്കപ്പെട്ടു. പക്ഷേ ഇത്തവണ എന്താണ്, അവൾ താഴേക്ക് നോക്കി ഇരിക്കുകയായിരുന്നില്ല, മറിച്ച് എന്താണ്, ഷി വാസ് ലുക്കിംഗ് അപ്പ്, ലുക്കിംഗ് സ്ട്രൈറ്റ് അറ്റ് ഹെർ പ്രോസ്പെക്റ്റീവ് ഹസ്ബൻഡ്. അതാണ് പ്രോസ്പെക്റ്റീവ് മീൻസ് ആയിത്തീരാൻ പോകുന്ന. അപ്പോൾ തൻ്റെ ഭർത്താവായി തീരാൻ പോകുന്ന ആ മനുഷ്യനെ നോക്കി, ആ വ്യക്തിയെ നോക്കി അവൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലേ. ആൻഡ് ഇൻ ഹെർ ഐസ് ദെയർ വാസ് നൈദർ ആങ്കർ നോർ ഹെയ്റ്റ്. ആ കണ്ണുകളിൽ ദേഷ്യവും ഉണ്ടായിരുന്നില്ല, എന്താണ്, ഹെയ്റ്റുമല്ലായിരുന്നു. ഓൺലി കോൾഡ് കണ്ടെംപ്റ്റ്. ഒരു വെറുപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ, ഒരു തണുത്ത ഒരു വെറുപ്പ് മാത്രമായിരുന്നു അവളുടെ മുഖത്തുണ്ടായിരുന്നത്. ബിഷംബർ റൈസ്ഡ് ദ ഗാർലൻഡ് ടു പ്ലേസ് ഇറ്റ് അറൗണ്ട് ദ ബ്രൈഡ്സ് നെക്ക്. But before he could to do so, Holi's hand struck out like a streak of lightning and the garland was flung into the fire. She got up and threw away the veil.
വിശംബർ ആ മാല അണിയിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അല്ലേ എന്താണ് പോലി ഹാൻഡ് സ്ട്രക്ക് ഔട്ട് എ സ്ട്രീക്ക് ഔട്ട് ഓഫ് ലൈറ്റ്നിങ് ആൻഡ് ദ ഗാർലൻഡ് വാസ് ഫ്ലങ് ഇൻ ടു ദ ഫയർ. പോലി ആ വരണമാല്യം അല്ലേ ആ മാല എന്ത് ചെയ്തു എടുത്ത് ആ അഗ്നികുണ്ഡത്തിലേക്ക് ഇട്ടു അല്ലേ. ഷി ഗോട്ട് അപ്പ് ആൻഡ് ത്രൂ അവേ ദ വെയിൽ. ആ വെയിൽ ആ മൂടുപടം എന്ത് ചെയ്തു അവളെടുത്ത് വലിച്ചെറിഞ്ഞു. പിതാജി said Bholi in a clear, loud voice, and her father, mother, sisters, brothers, relations, and neighbors were startled to hear her speak without even the slightest stammer. ആണ് പിതാജി എന്നൊരു വിളി അല്ലേ ആരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ പോലിയുടെ അല്ലേ നാവിൽ നിന്നും ഉണ്ടായി. ഇത് ഈ ഒരു ക്ലിയർ ലൗഡ് വോയിസ് കേട്ടിട്ട് അവളുടെ അച്ഛനും അമ്മയും സഹോദരിമാരും സഹോദരന്മാരും അതുപോലെ ബന്ധുമിത്രാദികൾ അയൽപക്കക്കാർ അല്ലേ അയൽപക്കക്കാർ എല്ലാവരും എന്ത് ചെയ്തു വേർ സ്റ്റാർട്ടിൽഡ് ആകെ ഒരു ആശയക്കുഴപ്പത്തിൽ അല്ലേ ഭയത്തോടു കൂടിയാണ് അവളെ നോക്കിയത്. നോക്കിയേ ഇപ്പോൾ അവളുടെ സംസാരത്തിൽ എന്തില്ല ഒരല്പം പോലും വിക്കുണ്ടായിരുന്നില്ല, ഒരല്പം പോലും എവിടെയും ഒരു തരത്തിലുള്ള തപ്പലും തടയലും ഉണ്ടായിരുന്നില്ല. പിതാജി ടേക്ക് ബാക്ക് യുവർ മണി, ഐ എം നോട്ട് ഗോയിങ് ടു മാരി ദിസ് മാൻ. താങ്കളുടെ പണം എന്ത് ചെയ്യുക എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ അല്ലേ എന്താണ് ഞാൻ ഈ മനുഷ്യനെ എന്ത് ചെയ്യുന്നില്ല വിവാഹം കഴിക്കുന്നില്ല. രാംലാൽ വാസ് തണ്ടർ സ്ട്രക്ക്. ദ ഗസ്റ്റ്സ് ബിഗാൻ ടു വിസ്പർ സോ ഷെയിംലെസ്, സോ അഗ്ലി ആൻഡ് സോ ഷെയിംലെസ്. എന്താണ് രാംലാൽ ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി അല്ലേ. നോക്കിയേ ദ ഗസ്റ്റ്സ് ബിഗാൻ ടു വിസ്പർ. ആ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങി മുറുമുറുക്കാൻ തുടങ്ങി അല്ലേ അടക്കം പറയാൻ തുടങ്ങി. സോ ഷെയിംലെസ്, സോ അഗ്ലി ആൻഡ് സോ ഷെയിംലെസ്. എത്രത്തോളം നീചമായൊരു കാര്യമാണിത്, നാണക്കേടായിപ്പോയി അല്ലേ ഭോലി ഇങ്ങനെ പറഞ്ഞത്. ഭോലി ആർ യു ക്രേസി ഷൗട്ടഡ് രാംലാൽ, യു വാണ്ട് ടു ഡിസ്ഗ്രേസ് യുവർ ഫാമിലി, ഹാവ് സം റിഗാർഡ് ഫോർ അവർ ഇസ്സത്ത്. എന്താണ് ഭോലി ആർ യു ക്രേസി നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ഭോലി. രാംലാൽ ഉച്ചത്തിൽ പറഞ്ഞു അല്ലേ യു വാണ്ട് ടു ഡിസ്ഗ്രേസ് യുവർ ഫാമിലി, നിന്റെ കുടുംബത്തിനെ നാണം കെടുത്താൻ മാനം കെടുത്താനാണോ നിന്റെ ശ്രമം. ഹാവ് സം റിഗാർഡ് ഫോർ അവർ ഇസ്സത്ത് അല്ലേ നമ്മുടെ ആദരവിനും ബഹുമാനത്തിനും അല്പം വില കൊടുക്കുക അല്ലേ എന്ന് പറഞ്ഞു. അതിനെ കരുതിയെങ്കിലും നീ മിണ്ടാതിരിക്കുക. ഫോർ ദ സേക്ക് ഓഫ് യുവർ ഇസ്സത്ത് സെഡ് ഭോലി ഐ വാസ് വില്ലിംഗ് ടു മാരി ദിസ് ലെയിം ഓൾഡ് മാൻ, but I will not have such a mean, greedy and contemplate coward as my husband. I won't. For the sake of your izzat. പിതാവേ അങ്ങയുടെ ആദരവിന് അങ്ങയുടെ ബഹുമാനം അല്ലേ അങ്ങയോടുള്ള ബഹുമാനത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അങ്ങയോടുള്ള ആദരവിൻ്റെ പുറത്ത് ആണ് ഞാൻ എന്ത് ചെയ്തത് നോക്കിയേ ഐ വാസ് വില്ലിംഗ് ടു മാരി ദിസ് ലെയിം ഓൾഡ് മാൻ. ഈ മുടന്തുള്ള വൃദ്ധനായ ഈ മനുഷ്യനെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് കരുതിയത് അങ്ങയുടെ ആദരവിനെ കരുതിയിട്ടാണ്, അങ്ങയുടെ ബഹുമാനത്തെ കരുതിയിട്ടാണ്, അത് നഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ടാണ്. ബട്ട് ഐ വിൽ നോട്ട് ഹാവ് സച്ച് എ മീൻ ഗ്രീഡി ആൻഡ് കണ്ടംപ്ലേറ്റ്. പക്ഷേ ഞാൻ വിവാഹം കഴിക്കുന്ന ആൾ മുടന്തനാണെന്നതിൽ എനിക്ക് കുഴപ്പമില്ല, വൃദ്ധനായൊരു വ്യക്തിയാണ് എന്നതിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എന്താണ് ഇവിടെ പറയുന്നത് ബട്ട് ഐ വിൽ നോട്ട് ഹാവ് സച്ച് എ മീൻ, ഇത്രത്തോളം നിന്ദ്യനായ അല്ലെങ്കിൽ ഇത്രത്തോളം എന്താണ് ഗ്രീഡിയായിട്ട് അല്ലെ ആർത്തി പൂണ്ട ആൻഡ് കണ്ടംപ്ലേറ്റ് നീചനായ ഒരു ഭീരുവായ ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട എന്ന് പറയുന്നു അല്ലേ. ഞാൻ ഐ വോൺ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നു. വാട്ട് എ ഷെയിംലെസ് ഗേൾ, വി ഓൾ തോട്ട് ഷി വാസ് എ ഹാംലെസ് ഡം കൗ. ഹോലി ടേൺഡ് വയലൻ്റ്ലി ഓൺ ദ ഓൾഡ് വുമൺ. അപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് അല്ലേ എന്താണ് എന്ത് നാണക്കേടാണ് ഈ കുട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് കുടുംബത്തിന് അല്ലേ. എത്രത്തോളം നാണം കെട്ടൊരു ഏർപ്പാടായിപ്പോയത്. വി ഓൾ തോട്ട് ഷി വാസ് എ ഹാംലെസ് ഡം കൗ. ഇവള് ഒരു കുഴപ്പവുമില്ലാത്തൊരു പാവപ്പെട്ടൊരു പെൺകുട്ടിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് അല്ലേ എന്നൊരു വൃദ്ധയായ സ്ത്രീ അവിടെ നിന്ന് കമൻറ്റ് പറഞ്ഞു. നോക്കിയേ ഭോലി വളരെ ദേഷ്യത്തോടു കൂടി ആ വൃദ്ധയായ സ്ത്രീക്ക് നേരെ തിരിഞ്ഞു. യെസ് ആൻറ്റി, യു ആർ റൈറ്റ്. യു ഓൾ തോട്ട് ഐ വാസ് എ ഡം ഡ്രിവൺ കൗ. That's why you wanted to hand me over to this heartless creature. But now the dumb cow, the stammering fool, is speaking. Do you want to hear more? പോലി പറയുകയാണല്ലേ ആ വൃദ്ധയായ സ്ത്രീയോട്, തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ധരിച്ചിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു. ദാറ്റ്സ് വൈ യു വാണ്ടഡ് ടു ഹാൻഡ് മീ ഓവർ ടു ദിസ് ഹാർട്ട്ലെസ് ക്രീച്ചർ. അങ്ങനെ നിങ്ങൾ കരുതിയിരുന്നത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഹൃദയശൂന്യനായ ഒരു വ്യക്തിയെ
പിടിച്ച് എന്നെ ഏൽപ്പിക്കാം എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ തന്നെ കാരണം അല്ലേ. ബട്ട് നൗ ദ ഡം കൗ ദ സ്റ്റാമറിങ് ഫൂൾ ഈസ് സ്പീക്കിംഗ്. നിങ്ങളുടെ ആ ഡം കൗ അല്ലെങ്കിൽ എന്താണ് ഈ വിഡ്ഢിയായ മണ്ടിയായ പെൺകുട്ടി എന്ത് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു, സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഡു യു വാണ്ട് ടു ഹിയർ മോർ? ഇനിയും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കേണ്ടതുണ്ടോ? Vishwambarnath, the grocer, started to go back with his party. The confused bandsman thought this was the end of the ceremony and struck up a closing song. വിശ്വംബർനാഥ് എന്ത് ചെയ്തു, അവിടുന്ന് തിരിച്ചു പോകാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളുമായിട്ട്. അപ്പോൾ എന്താണ്, നമ്മുടെ ബാൻഡ് വായിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം കൺഫ്യൂസ്ഡ് ആയല്ലേ, ഇനി എന്ത് ചെയ്യണമെന്ന്. അവരെന്ത് ചെയ്തു, ഒരു ക്ലോസിങ് സോങ് വായിച്ച് നല്ല രീതിയിൽ അത് അവസാനിപ്പിച്ചു അല്ലേ. ആൻഡ് സ്ട്രക്ക് അപ്പ് എ ക്ലോസിങ് സോങ്. Ramlal stood rooted to the ground, his head bowed low with the weight of grief and shame. Ramlal stood rooted to the ground. എന്നാണ് rooted to the ground എന്ന് ഉദ്ദേശിക്കുന്നത്? വേര് അല്ലേ, വേരുറച്ചതുപോലെ രാംലാൽ അവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തലയെന്തിയെ ശിരസ് താഴത്തേക്ക് പോയിരിക്കുകയാണ് അല്ലേ. മീൻസ് എന്താണ്, ശിരസ് കുനിച്ചുകൊണ്ട് ആണ് അദ്ദേഹം നിൽക്കുന്നത്. വിത്ത് ദ വെയിറ്റ് ഓഫ് ഗ്രീഫ് ആൻഡ് ഷെയിം. ദുഃഖത്തിൻ്റെയും നാണക്കേടിൻ്റെയും ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. The flames of the sacred fire slowly died down. Everyone was gone. Ramlal turned to Bholi and said, "But what about you? No one will ever marry you now. What shall we do with you?" And Sulekha said in a voice that was calm and steady. അപ്പോൾ പിതാവ് ചോദിക്കുകയാണ് അല്ലേ, എന്താണ്, ബട്ട് വാട്ട് എബൌട്ട് യു? മകളെ നിന്നെക്കുറിച്ച് നീ എന്താണ് ആലോചിക്കാതെ പോയത് അല്ലേ. നോ വൺ വിൽ എവർ മാരി യു നൗ. നിന്നെ ഇനി ആരും എന്ത് ചെയ്യില്ല, വിവാഹം കഴിക്കില്ല. വാട്ട് ഷാൽ വി ഡു വിത്ത് യു? നിന്നെക്കൊണ്ട് ഞങ്ങളിനി എന്ത് ചെയ്യാനല്ല, ഞങ്ങളുടെ മരണശേഷം നീ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്? ആൻഡ് സുലേഖ സെഡ് ഇൻ എ വോയിസ് ദാറ്റ് വാസ് കാം ആൻഡ് സ്റ്റഡി. വളരെ സ്റ്റഡി ആയിട്ടുള്ള, വളരെ കാം ആയിട്ടുള്ള ഒരു വോയിസിലാണ് സുലേഖ പറഞ്ഞത്. എന്താണ്? ഡോണ്ട് യു വറി പിതാജി. In your old age, I will serve you and mother, and I will teach in the same school where I learned so much. Isn't that right, man? And Sulega said in a voice that was calm and steady, "Don't you worry, Pidaji, and I will teach in the same school where I learned so much." ഞാൻ ഒരുപാട് പഠിച്ച അല്ലേ, എന്നെ ഇങ്ങനെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റിയ ആ സ്കൂളിൽ ഞാനിനി പഠിപ്പിക്കും ടീച്ചറായിട്ട്. Isn't that right, man? അത് അങ്ങനെയല്ലേ, അതല്ലേ ശരി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് നേരെ നമ്മുടെ ആര് തിരിഞ്ഞു, ഭോലി തിരിഞ്ഞു അല്ലേ. ദ ടീച്ചർ ഹാഡ് ഓൾ അലോങ് സ്റ്റുഡ് ഇൻ എ കോർണർ വാച്ചിങ് ദ ഡ്രാമ. അപ്പോൾ ഭോലിയുടെ അധ്യാപിക അല്ലേ, ടീച്ചർ അത്രയും സമയം ഒരക്ഷരം പോലും ഉരിയാടാതെ അവിടെ ഈ പറയുന്ന നാടകങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. യെസ് ഭോലി, ഓഫ് കോഴ്സ്, ഷി റിപ്ലൈഡ്. അപ്പോൾ എന്താണ്, നമ്മുടെ ആ ടീച്ചർ പറഞ്ഞു, തീർച്ചയായിട്ടും ഭോലി, അത് അങ്ങനെ തന്നെയാണല്ലേ എന്ന് പറഞ്ഞു. ആൻഡ് ഇൻ ഹെർ സ്മൈലിംഗ് ഐസ് വാസ് ദ ലൈറ്റ് ഓഫ് എ ഡീപ് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ആൻ ആർട്ടിസ്റ്റ് ഫീൽസ് വെൻ കണ്ടംപ്ലേറ്റിംഗ് ദ കംപ്ലീഷൻ ഓഫ് ഹെർ മാസ്റ്റർ പീസ്. അല്ലേ, ഇവിടെ പറയുന്നത് എന്താണ്? ആൻഡ് ഇൻ ഹെർ സ്മൈലിംഗ് ഐസ്, ആ ടീച്ചറിൻ്റെ കണ്ണുകളിൽ അല്ലേ, ഇൻ ഹെർ സ്മൈലിംഗ്, ആ പുഞ്ചിരിക്കുന്ന കണ്ണുകളിൽ എന്ത് കണ്ടു? വാസ് ദ ലൈറ്റ് ഓഫ് എ ഡീപ് സാറ്റിസ്ഫാക്ഷൻ, വളരെ ആഴത്തിലുള്ള ഒരു സംതൃപ്തി അല്ലേ, ഒരു സന്തുഷ്ടി കണ്ടു എന്ന് പറയുന്നു. ദാറ്റ് ആൻ ആർട്ടിസ്റ്റ് ഫീൽസ്, എങ്ങനെയുള്ള ഒരു മാനസിക സംതൃപ്തിയാണ് അവിടെ കണ്ടത്? നോക്കിയേ, ദാറ്റ് ആൻ ആർട്ടിസ്റ്റ് ഫീൽസ്, ഒരു കലാകാരന് അനുഭവപ്പെടുന്നത്. വെൻ കണ്ടംപ്ലേറ്റിംഗ് ദ കംപ്ലീഷൻ ഓഫ് ഹെർ മാസ്റ്റർ പീസ്, തൻ്റെ ഏറ്റവും വലിയ അമൂല്യമായൊരു കലാസൃഷ്ടിയുടെ പൂർത്തീകരണം അല്ലെങ്കിൽ പൂർണ്ണത കാണുമ്പോൾ ഒരു കലാകാരന് എത്തരത്തിലുള്ള ആഹ്ലാദമാണ് ഉണ്ടാകുന്നത്, അത്തരത്തിലുള്ള സന്തോഷം കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു നമ്മുടെ ഈ പറയുന്ന ടീച്ചറിന് അവിടെ ഉണ്ടായിരുന്നു അല്ലേ എന്ന് പറയുന്നു. സോ ചിൽഡ്രൻ, ദിസ് ഈസ് ദി എൻഡ് ഓഫ് അവർ ലെസൺ Holi. I hope you all would have understood what we have discussed here today. Thank you children. Have a great day. Thank you for watching.